ഹായ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ക്യാപ്സിക്കം പനീർ എഗ് റോൾ, അങ്ങനെയൊക്കെ വിളിക്കാൻ. അപ്പോൾ നമുക്ക് പോയിട്ട് ഉണ്ടാക്കിയിട്ട് വരാം. ബാ, നമുക്കപ്പോൾ റോൾ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്: ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള, വെളുത്തുള്ളി, പിന്നെ സോസ് വേണം, ബട്ടർ വേണം, പനീർ വേണം. അത് നമുക്ക് ഉണ്ടാക്കാം. ഇതൊക്കെ നമുക്ക് ആദ്യം അരിഞ്ഞെടുക്കാം. നമ്മളെല്ലാവരും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. മതി, ഓക്കെ. അത് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയാണ് തുടങ്ങുന്നത്. ബട്ടർ വെളുത്തുള്ളി കൂടെയുള്ള കോമ്പിനേഷൻ സൂപ്പറാണ് കേട്ടോ. നല്ലൊരു മണം വരും ഇട്ടപ്പോൾ തന്നെ. ഇതൊന്ന് മൂത്ത് മണം വരട്ടെ. അപ്പം നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത ഐറ്റം സവാള ഇട്ട് കൊടുക്കാം. തീ നമ്മൾ മീഡിയം ഇതിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു ക്യാപ്സിക്കം തീറ്റയും കൂടെ കട്ടുണ്ട്. കുറച്ച് കൂടി കൊടുക്കാം. നമുക്ക് ക്യാപ്സിക്കം ഉപ്പിട്ട് കൊടുക്കാം. ആയി വരട്ടെ. നമ്മൾ അടുത്ത് ചേർക്കുന്നതാണ് ക്യാരറ്റ്. അടുത്ത് നമുക്ക് ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കത്തിൽ പിന്നെ അധികം വേവില്ല, പെട്ടെന്നാവുണ്ടോ. അതുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലാസ് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി. അതാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പൊടികളുടെ പച്ചക്കുത്തറ പോകണം. അതുവരെ നമ്മൾ ചൂടാക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് പനീറാണ് കേട്ടോ. പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ള പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിനു ശേഷം 2 മിനിറ്റ് മൂടിക്കാം. ചെറുതിയിൽ മൂടിക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് തൈരാണ് കേട്ടോ. നല്ല പുളിയുള്ള തൈരാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ കെച്ചപ്പോ അല്ലെങ്കിൽ സോസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നമ്മളൊരു മുട്ടയും കൂടെ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിക്സിക്കുള്ളതല്ല, നമ്മുടെ റോളിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റോള് ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊരു കടാക്കിയെടുക്കാം. എന്നിട്ട് സൈഡ് ഫില്ലിങ് വെച്ചെടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ് വെച്ചെടുക്കാം കേട്ടോ. എത്ര വേണം അതിനനുസരിച്ച് ഫില്ലിങ് വെച്ചെടുക്കാം. ഒരു സൈഡ് വെക്കാം കേട്ടോ. വെച്ചെടുക്കാം. ഈ റോൾ ചെയ്യണം. ഞാൻ റോൾ ചെയ്യണം. ഇനി നമ്മൾ ഒരു ഉപ്പിട്ടിട്ട് പിന്നെ നമുക്ക് എല്ലാവരും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ 3 റോളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ റോള് സൂപ്പറല്ലേ, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. എളുപ്പം ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം. ഇത്രയോട് ബൈ.